അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ബോംബ് പല രാജ്യങ്ങൾക്കും മേൽ വീണിരിക്കുകയാണ്. ഇന്ത്യക്ക് മേലും താരിഫ് ബോംബ് വീണു. എന്നാൽ സീറോ ട്രംപ് എഫക്റ്റ് ആണ് ഇന്ത്യക്ക് മേൽ വീണ താരിഫ് ബോംബിൽ ഉണ്ടായത്. അതായത് ഇന്ത്യൻ വിപണിയിൽ യാതൊരുവിധ ചലനവും ട്രംപിന്റെ താരിഫ് കൊണ്ട് ഉണ്ടാക്കാനായി സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഡെഡ് എക്കണോമിയാണ്, അഥവാ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്നൊക്കെ ട്രംപിന് പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആരും നിക്ഷേപിക്കരുത് എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയുമായി കളിച്ചാൽ പണി കിട്ടുന്നത് ട്രംപിന് തന്നെയായിരിക്കും എന്ന് അമേരിക്ക തന്നെ പറയുകയാണ്. അമേരിക്കയുടെ ഒരു റിപ്പോർട്ടാണ് പറയുന്നത്, ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങൾക്കും മേൽ നിങ്ങൾ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് ആത്യന്തികമായി ആഘാതമേൽപ്പിക്കുന്നത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയായിരിക്കും എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവം? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന താരിഫ് യുദ്ധം ദിവസം തോറും കൂടുതൽ വിവാദമായിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഉയർന്ന താരിഫ് ചുമത്തി US സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും, അതായത് SBIയും സംയുക്തമായി ചേർന്ന് നടത്തിയ സമീപകാല ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ താരിഫുകളിൽ നിന്ന് ഏറ്റവും വലിയ സാമ്പത്തികമായിട്ടുള്ള ആഘാതം ഏൽക്കാൻ പോകുന്നത് അമേരിക്കയുടെ പൗരന്മാർക്ക് തന്നെയായിരിക്കും എന്നാണ്. ട്രംപിന്റെ നീക്കം പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ഗാർഹിക ചെലവ് വർദ്ധിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ കുറയ്ക്കുകയും മുഴുവൻ സമ്പദ് വ്യവസ്ഥയിലും ദീർഘകാല ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകളുടെ ഭാരം ഓരോ അമേരിക്കൻ പൗരനും പ്രതിവർഷം ശരാശരി $2,400, അതായത് ഏകദേശം 2.1 ലക്ഷം രൂപ ചിലവാകുമെന്ന് യേൽ റിപ്പോർട്ട് പറയുന്നു. താഴ്ന്ന വരുമാനക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരിക. കാരണം അവർക്ക് $1,300, ഏകദേശം 1,13,000 രൂപ നഷ്ടപ്പെടും. ഉയർന്ന വരുമാനമുള്ള പൗരന്മാർക്ക് നഷ്ടം $5,000 ആണ്, ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. വരുമാന ശതമാനത്തിൻ്റെ കാര്യത്തിൽ താഴ്ന്ന വരുമാനക്കാരായ അമേരിക്കക്കാരുടെ മേലുള്ള ഭാരം ഉയർന്ന വരുമാനമുള്ള പൗരന്മാരുടെ നഷ്ടത്തിന് 3 ഇരട്ടിയായിരിക്കും എന്ന റിപ്പോർട്ടുണ്ട്. നിത്യോപയോഗ സാധനത്തിൻ്റെ വിലയിലെ വർധനവ് മൂലമാണ് ഈ നഷ്ടമുണ്ടാകുക എന്നും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2025 മാത്രം ഈ താരിഫുകൾ US ട്രഷറിക്ക് $167.7 ബില്യൺ, ഏകദേശം 15 ലക്ഷം കോടി രൂപയാണ് ഗുണം ചെയ്യുന്നത്. എന്നാൽ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതോടെ അമേരിക്കൻ പൗരന്മാർക്ക് പണപ്പെരുപ്പം നേരിടേണ്ടി വരും. അമേരിക്കയിൽ തുകൽ ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, കാറുകൾ, ഭക്ഷണം, ഇലക്ട്രോണിക്സ് എന്നിവയുടെ വില ഗണ്യമായി വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. ഷൂസ്, ഹാൻഡ് ബാഗുകൾ തുടങ്ങിയ തുകൽ ഉൽപ്പന്നങ്ങളുടെ വില 40%, വസ്ത്രങ്ങൾക്ക് 38%, ഭക്ഷ്യവസ്തുക്കൾക്ക് 5% വിലയും വർദ്ധിക്കാമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മറ്റ് നിർമ്മിത വസ്തുക്കൾ 7% മുതൽ വില കൂടും. ഒരു കാറിൻ്റെ വില 12.13% അല്ലെങ്കിൽ $5,500 വരെ വർദ്ധിച്ചിരിക്കാം എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. 5 ലക്ഷം തൊഴിലവസരങ്ങൾ അമേരിക്കയിൽ നഷ്ടപ്പെടും. വളർച്ചാ നിരക്ക് കുറയും എന്ന റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും ഇക്കാരണത്താൽ ട്രംപ് തീരുവകൾ ഇന്ത്യയിൽ ചെലുത്തുന്ന ആഘാതം കുറവായിരിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഗവേഷണ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തേക്കുള്ള ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 53% മികച്ച 10 രാജ്യങ്ങളിലേക്കാണ്. അതിലൊന്നാണ് US. ഈ കാര്യത്തിൽ ഇന്ത്യക്ക് US ഒരു പ്രധാന കയറ്റുമതി വിപണി തന്നെയാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെ 53% കയറ്റുമതിയുടെ 20% മാത്രമേ നമ്മൾ US-ലേക്ക് കയറ്റുമതി ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തെ അമിതമായി ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യ കയറ്റുമതി വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത്. അതിനാൽ US-ന്റെ കുത്തനെയുള്ള താരിഫുകളുടെ ആഘാതം ഇന്ത്യക്ക് പരിമിതമായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.